थोड़ा सीधा साधा हूँ मैं, थोड़ा सा हूँ bad girl. Baby I'm a bad boy, can you be my bad girl? ഫ്രഞ്ച് സ്റ്റോറി ഇട്ട് പോവാ. വാമ്പയർ ഡാർക്ക് വാമ്പയർ കിങ്. ഇത് കിങ്സായി റൈറ്റർ കുറച്ച് ആണ് അതല്ല ഇത് FF ചെയ്യുമ്പോൾ കുറച്ച് തിയേറ്റേഴ്സ് വരും. ഓക്കെ, നമുക്ക് സ്റ്റോറി ഇട്ട് പോവാം. എടി എന്ത് പറ്റി? എടി പ്രിയ, നീ എവിടൊക്കെ ഓടുന്നത്? അതേ എടി, ഞാൻ ബീച്ചിക്ക് പോകാൻ പോവാ. നീ കൂടെ വരുന്നുണ്ടോ? ബീച്ചിക്കാ? ഏതെടി ബീച്ച്? എപ്പോൾ പോകുന്ന ബീച്ചാ? അല്ലടി, ഞാനൊരു പ്ലേസ് കണ്ടുപിടിച്ചടി. ആ പ്ലേസിൽ ആരും പോകുന്നില്ല, നമുക്ക് ആ ബീച്ചിക്ക് പോവാം. മച്ചി പറഞ്ഞേക്ക് പ്രിയ, ആ ബീച്ചിക്ക് പോകണ്ടടി. അതെ, ആ പേര് കേൾക്കുമ്പോൾ കുറച്ച് അതടി, പണ്ട് പാലസെല്ലാം ഉണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു, ഇതുവരെ ആരും പോകുന്നില്ല. അങ്ങനെ ഞാൻ പോവാം, നീ വരുന്നുണ്ടോ? എൻ്റെ റോസ്, നീ വരുന്നുണ്ടോ? പ്രിയ, ശരി, ഞാൻ കൂടെ വരാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ ആ ബീച്ച് സൈഡ് പാലസിൽ വന്നു. വാവ്, ബീച്ച് നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ? അതെ. അങ്ങനെ രണ്ടുപേരും നല്ല ഫോട്ടോസ് എടുക്കായിരുന്നു. അങ്ങനെയായിട്ട് വാവ്. അങ്ങനെ പ്രിയക്ക് ഇവിടെ ആരും ഉണ്ട്, നമ്മൾ രണ്ടുപേരല്ലേ വന്നിട്ട് റോസ്? അതെ അതെ, രണ്ടുപേരും വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പുറകിൽ ആരോ വരുന്ന പോലെ നമുക്ക് ഫീൽ ആവുന്നില്ലടി റോസ്? നിനക്ക് ഫീൽ ആവുന്ന തോന്നുന്നടി, എനിക്കൊരു ഫീലിംഗ് ഇല്ല. അതിനായിട്ട് റോസ് പറഞ്ഞു. അതായത് പ്രിയക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. നമ്മൾ പുറകിലെ മൂന്നാമത്തെ മനുഷ്യ ആരാ? തിരിഞ്ഞു നോക്കി, തോന്നിയതാ. അങ്ങനെ ബീച്ച് സൈഡിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ ദൂരെ ഒരു പാലസ്, അതെ ഒരു പാലസ് കണ്ടു. റോസ്, വാവ് മച്ചി, ഭയങ്കര ഭംഗിയായിട്ടുണ്ടല്ലേ പാലസ്. അതെ അതെ, നമുക്ക് ആ പാലസൊക്കെ ഒരു അകത്ത് പോയിട്ട് വരാം എന്ന് പ്രിയ പറഞ്ഞു. എടി 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 റോസ് പറഞ്ഞു. എടി വേണ്ടടി, നമുക്ക് പാലസ് പോകുന്നത് സെറ്റാവല്ല. പാലസ് പോയാൽ പ്രശ്നമാവടി മച്ചി, നമുക്ക് പോവാൻ പാടില്ല. നമുക്ക് എവിടെ ഇല്ലാതെ ഈ പ്ലേസിൽ പോകാൻ ഭയങ്കര പേടിയാവടി. ഇങ്ങനെ പേടിച്ച ഞാൻ എന്താ ചെയ്യാം മച്ചി? ഇങ്ങനെ പേടിച്ചാവോ? നമ്മൾ പോയിട്ട് നോക്കി വരാം. അതിന് റോസിന് പിടിച്ച് വളച്ചോണ്ട് ആ പാലസിൽ പോയി. അതെ, പാലസിനകത്ത് വന്നു. എൻ്റെ പാലസ് പ്ലേസ് വന്നു. അവിടെ നോക്കും, വാവ് പാലസ്, ഫോട്ടോ ഭംഗിയായിട്ടുണ്ടല്ലോ. ഈ ഫോട്ടോ ഇത് കാണുന്ന പാലസാണ്. എല്ലാ ട്രീ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ അകത്ത് വന്നു. അതെ, അകത്ത് വന്ന് നോക്കുമ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. എടി മച്ചി, റോസ്, എന്താ ഡി പ്രിയ? എടി, ഈ പാലസിൽ ആരോ താമസിക്കുന്ന പുതിയത് മാതിരി ഉണ്ടടി പാലസ്. അതുമാണടി റോസ് പറഞ്ഞു. ശരിയാ നീ പറഞ്ഞത്. അങ്ങനെ റോസ്, വാവ് പ്ലേസ് സൂപ്പർ ഉണ്ടായിട്ട് റോസ് അങ്ങോട്ട് പോയി. റോസിക്ക് ഒന്നും അറിയില്ലായിരുന്നു. റോസ് അങ്ങോട്ട് പോയി. പ്രിയ അകത്ത് വന്നു. നോ എൻട്രി റൂം എന്നെ ഡോറിലടിച്ചു. ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, തുറക്കാൻ പാടില്ല. ഡോറിലകത്ത് തുറന്നിട്ടുണ്ട്, തുറക്കാൻ പാടില്ല എന്നായിരുന്നു ആ ഡോർ. റോസ് എന്താ ചെയ്യും? റോസ് അങ്ങോട്ട് പോയായിരുന്നു. റോസ് എന്ന് തീർന്നു, റോസ് ഇല്ല. ശരി, നമ്മൾ തുറക്കാൻ തുറന്നു നോക്കുമ്പോൾ അതെ ഇരുട്ടായിരുന്നു. ലൈറ്റ് ഓൺ ചെയ്യാൻ മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ജംഗിളിൽ ഒരു ബോയിനെ നന്നായിട്ട് കെട്ടിയിട്ടായിരുന്നു. റെൻകെണ്ടായിട്ട് ഫുൾ വാമ്പയറായിരുന്നു, ഫുൾ റെൻകെലുണ്ടായിരുന്നു. അത് കണ്ട് പ്രിയക്ക് ഭയങ്കര പേടിയാണ്. ഒച്ചയുണ്ടാക്കുന്നത്. പ്രിയനെ കണ്ട് ഇങ്ങോട്ട് വാ എന്ന് ഒച്ചയുണ്ടാക്കി. പ്രിയക്ക് ഭയങ്കര പേടി. നീ ആരാ എന്ന് പ്രിയ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ജങ്കൂക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് മറഞ്ഞു പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ റങ്കി ഉണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ട് വാ, എന്നെ അഴിച്ച് വിട്. ഇല്ല, ഞാൻ വിടില്ല എന്ന് ജങ്കുക്ക് മാജിക് യൂസ് ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് തുറക്കാൻ പാടില്ല, ജങ്കുക്ക് മാജിക് യൂസ് ചെയ്യാൻ ഇങ്ങനെ എടുത്തു വെച്ച്. നീ തുറക്കുന്ന നിന്ന് കൊന്നുകളയാന. ജങ്കുക്ക് മിരട്ട് കണ്ട് പ്രിയക്ക് ഭയങ്കര പേടിയായി. പ്രിയ ആ ചെങ്കൽ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ കീ ഉണ്ട്, ആ കീ എടുത്തോ എന്ന് ജങ്കുക്ക് പറഞ്ഞു. ആളുകൾക്ക് പേടിച്ചിട്ട് പ്രിയ ആ ചെങ്ങളെടുത്തു. ആ ഡോർ അതിൽ ചാവി തുറന്നപ്പോൾ ജങ്കുക്ക് റിലീസായി. എന്താ ഇവിടെ ചെയ്യുന്നത്? ജങ്കുക്ക് ഇങ്ങനെ മിരട്ടി ചോദിച്ചു. ഇല്ല, ഞാൻ ഈ പാലസ് കാണാൻ വന്നതാ, എനിക്കറിയില്ല, ഞാൻ ഒന്നും ചെയ്യരുതേന്ന് ജങ്കുക്കിനോട് പേടിച്ചത് കണ്ടിട്ട് പ്രിയക്ക് പേടിയായി. ശരി, ഓക്കെ, ഞാൻ ഒന്നും ചെയ്യില്ല. എന്നാൽ ജങ്കുക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു, നീ മാത്രമല്ല എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടല്ലേ? അതെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ശരി, ഓക്കെ, നീ ഇവിടുന്ന് പോയിക്കോ എന്ന് ജങ്കുക്ക് പറഞ്ഞു. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞ മോറി പ്രിയ അവിടുന്ന് ഓടിപ്പോയി. പ്രിയ റോസിനെ നോക്കുമ്പോൾ വേൾഡ് ഹാൻസം ആയിട്ടുണ്ട്. അവിടെ ഒരു ജിന്നിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതെ, ജിന്നുണ്ടായിരുന്നു അവിടെ.
ഓക്കെ. അന്ന് ജിന്നിൻ്റെ ഫോട്ടോ ഒക്കെ ഈ റോസ് ജൊല്ല് ഇട്ടായിരുന്നു. റോസിന് മണ്ടയ്ക്ക് അടിച്ചു വാടി പോവാ. അതൊന്ന് റോസിന് വലിച്ചോണ്ട് പോയി. അങ്ങനായിട്ട് റോസിക്ക് ഒന്നും അറിയില്ലായിരുന്നു. റോസിനെ ശ്രദ്ധിച്ചോടാൻ ഒരു ഐസ്. അങ്ങനെ റോസ് അവിടെ നിന്ന് പോയി. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇതാണ് ഫോട്ടോത്തിലുള്ള ഹൗസ്. അങ്ങനെ റോസ് ഈ ബെഡ്റൂമൊക്കെ റോസ് പോയിട്ട് കിടന്നു ഉറങ്ങി. അങ്ങനെ റോസിനെ ഇങ്ങനെ തട്ടി വിളിക്കുകയായിരുന്നു. റോസ് ആരാ അത് എന്ന് കണ്ണു തുറന്നു. ഫോട്ടോത്തിലുള്ള അതേ ആളായിരുന്നു. അയ്യോ അമ്മ പൂച്ചാണ്ടി, അയ്യോ എന്ത് നിങ്ങളാ റോസ്? ഹലോ ഹായ്, നിങ്ങളാണ് ഫോട്ടോത്തിലുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ടോ? അത് ഇങ്ങനെ ജിന്നായിരുന്നു. അത് പ്രേത വാമ്പയർ ആയിരുന്നു. അങ്ങനെ വാമ്പയർ കിങ് ആയിരുന്നു. 7 കിങ്സോട് ഫസ്റ്റ് കിങ് ആണ് ജിൻ. അങ്ങനെ കിങ്ങിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ജിന്ന് പറഞ്ഞു ഫോൺ നമ്പറില്ല. നീ എന്തിനാ പാലസിൽ വന്നത്? ഞാൻ വന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയൂ? ഞാനകത്ത് നിങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. ഞാനിന്ന് നോക്കുകയുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ജിൻ പറഞ്ഞു. അതെ ജിന്നായിരുന്നു. റോസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. റോസ് പറഞ്ഞു ശരി ഓക്കെ, എനിക്ക് പാലസ് പോകാൻ നല്ലണ്ടായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പം കൊണ്ടുപോയെന്ന് കണ്ണ് ചുമ്മി പറഞ്ഞു. കണ്ണ് ചുമ്മി. അങ്ങനെ റോസിനോട് കണ്ണ് തുറന്നു പാലസിടെ. റോസ് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ ഞാൻ എങ്ങനെ വന്നു? റോസ് തുള്ളാൻ തുടങ്ങി. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു റോസിക്ക്. ഞാൻ എങ്ങനെ ഇപ്പം അവിടെ ഉള്ളത് ഇവിടേക്ക് എത്തിയത്? അങ്ങനെ ജിന്ന് വാമ്പർ ലുക്ക് മാറി. അതുകൊണ്ട് റോസ് മയങ്ങി വീണു. ജങ്കുക്കൊക്കെ എന്താടാ നീ ചെയ്തത്? ഒന്നിനടാ, ഇവളെന്നെ ഇഷ്ടപ്പെട്ട എനിക്ക് ഇവളെ പിടിച്ചിനി റോസിനെന്ന് ജങ്കുക്ക് പറയാം. ഞാനിവിടെ നിന്ന് പോകുന്നു. ജങ്കുക്ക് വന്നു. അന്ന് പ്രിയ പറയുന്നു. പ്രിയനെ എടുത്ത് മാറ്റി ജങ്കു കൊണ്ടുപോയി. രണ്ടുപേരും കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് റോസ് അടിച്ച് അയ്യോ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എണിടി അയ്യോ ഇതെവിടെ എടി നമ്മൾ പാന്തറിൽ പാലസ്ക്ക് വന്നു. എടി പാലസ്, അതേത് പാലസ് എടി മണ്ടി, നമ്മൾ പോയ പാലസ്. നമ്മൾ ഇവിടേക്ക് എങ്ങനെ എത്തി? നടന്ന കാര്യം റോസ് പറഞ്ഞു. എന്ത്? ഷോക്കായി റോസ് പറഞ്ഞു കേട്ട് പ്രിയക്ക്. അങ്ങനെ ഇവിടുന്ന് ഓടിപ്പോകാൻ നോക്കി. അങ്ങനെ ജങ്കുക്കും വന്നു. സ്റ്റോപ്പ്, എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുപോകാൻ. നിങ്ങൾ വാമ്പേഴ്സ് ആണോ? അതെ, ഞങ്ങൾ രണ്ടുപേരും വാമ്പേഴ്സ് ആണ്.